എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ റെയിൽവേ എക്സാമുകൾ കൂടുതലായിട്ട് ചോദിച്ചു വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ബയോളജിയുടെ ഫിസിയോളജി എന്ന് പറയുന്നത്. റെയിൽവേ എക്സാമിന് മാത്രമല്ല SSC അങ്ങനെ ഒരുപാട് എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ബയോളജിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കെലറ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് തിയറി പോർഷൻസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, വാ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് എന്താണ്, ഒരു സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലേ, ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു ബോഡിക്ക് ഒരു ഫ്രെയിം വർക്കായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ്, നമുക്ക് മൂവ്മെൻറ്റിനൊക്കെ പോസിബിൾ ആവുന്നത് നമുക്ക് സ്കെലറ്റൽ സിസ്റ്റം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നടക്കാനോ കിടക്കാനോ അങ്ങനെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും എൻ്റെ ബോഡി മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ സഹായിക്കുന്നത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് നോക്കുന്നതിന് മുൻപായിട്ട് നമുക്കാണെങ്കിൽ ദിശ അക്കാഡമിനെ പറ്റി ഒന്ന് പറയാം. ദിശ അക്കാഡമി എന്ന് പറയുന്നത് SSC റെയിൽവേ എക്സാമുകൾക്ക് കോച്ചിങ് കൊടുക്കുന്നൊരു സ്ഥാപനമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ അതേപോലെ തന്നെ ഓൺലൈൻ കോഴ്സുകളുണ്ടാവും. അപ്പോൾ ഓഫ്ലൈൻ കോഴ്സുകളാണെങ്കിൽ നമ്മളൊരു 10 to 4:30 വരെയുള്ള ഓഫ്ലൈൻ ബാച്ചുകൾ ട്രിവാൻഡ്രം അതുപോലെ കോഴിക്കോട് കൊട്ടാരക്കര ബ്രാഞ്ചിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇനിയിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മൾ ഓൺലൈൻ ബാച്ചുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ബാച്ചുകൾ എന്ന് പറയുന്നത് ക്ലാസ്സുകൾ കഴിഞ്ഞ് നമുക്കൊരു മെൻറ്ററിങ് സെഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ബാച്ചിൽ ഒരു മെൻറ്ററിങ് സപ്പോർട്ട് നമുക്ക് എപ്പോഴായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനും അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ SSC അല്ലെങ്കിൽ റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ടൈമിൽ കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെഷനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫോളോ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ഓൺലൈൻ മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്കൊരു പ്രാവശ്യം അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതുകൂടാതെ നമുക്ക് ടെസ്റ്റ് സീരീസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ എക്സാമുകളും പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മോക്ക് ടെസ്റ്റുകളും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. എന്തിനാണ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ പറഞ്ഞു അല്ലേ, ഒരു ഫ്രെയിം വർക്കായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ, സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്കെലറ്റൽ ആക്ട് ആസ് എ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഫോർ ദി ബോഡി ബൈ സപ്പോർട്ടിങ് സോഫ്റ്റ് ടിഷ്യൂസ് ആസ് വെൽ ആസ് ഗീവിങ് കണക്ഷൻ പോയിന്റ്സ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയണ്ട, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. പല ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റമാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുകയല്ലേ, നമ്മുടെ ഹാർട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുകയല്ലേ, അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, സപ്പോർട്ട് നൽകുന്നു, പ്രൊട്ടക്ഷൻ നൽകുന്നു. ഇനിയുമുണ്ട്, നമ്മുടെ മൂവ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നു. ബോഡി മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് എന്താണ്, നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റമാണ്. അടുത്ത പോയിന്റ് നോക്കിയേ, മിനറൽ ഹോമിയോസ്റ്റാറ്റിസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ആൻഡ് റിലീസ് ഓഫ് സെർട്ടൈൻ മിനറൽസ്. ചില മിനറൽസുകളുടെ സ്റ്റോറേജും അതേപോലെ തന്നെ ചില മിനറൽസിൻ്റെ പ്രൊവൈഡും ചെയ്യാം. നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ഈ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് കാൽഷ്യത്തിൻ്റെ ഡിപ്പോസിഷൻ വളരെയധികം കൂടുതലാണ്. അത് മാത്രമല്ല ഫോസ്ഫറസും ഉണ്ട്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫറസ് പോലെയുള്ള മിനറൽസിൻ്റെ സ്റ്റോറേജും ആരുടെ ഫംഗ്ഷനായിട്ട് വരും, നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനായിട്ട് വരും. അതേപോലെ തന്നെ ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ. ബ്ലഡ് സെൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് തുടങ്ങിയ ബ്ലഡ് സെല്ലുകളുടെ പ്രൊഡക്ഷന് സഹായിക്കുന്നതും ആര് തന്നെയാണ് അത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റമാണ്. അപ്പോൾ സപ്പോർട്ട് തരുന്നു, മൂവ്മെൻറ്റിനെ സഹായിക്കുന്നു, പ്രൊട്ടക്ഷൻ തരുന്നു, പിന്നെന്താണ് നമ്മുടെ മിനറൽ സ്റ്റോറേജിന് സഹായിക്കുന്നു, ബ്ലഡ് സെല്ലുകളുടെ ഫോർമേഷന് സഹായിക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്കെലറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് മുൻപ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒരു അഡൾട്ട് ഹ്യൂമൻ ബോഡിയിൽ എത്ര സെറ്റ് ഓഫ് ബോൺസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര അസ്ഥികൾ ചേർന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ മൊത്തത്തിലുള്ളത് 206 ബോൺസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഒരു സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഈ ബോൺസ് മാത്രമല്ല, ഈ ബോൺസുകൾ ലിഗമെൻസുകളുണ്ട്, ടെൻഡൻസുകളുണ്ട്, ജോയിൻസുകളുണ്ട്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. എന്തൊക്കെയുണ്ട്? ബോൺസ് ഉണ്ട്, ലിഗമെൻസ് ഉണ്ട്,
ടെൻഡൻസ് ഉണ്ട്, ജോയിൻസ്. ആരും പേടിക്കണ്ട, ഇതെല്ലാം എന്താണെന്ന് നമ്മൾ പറയും. അപ്പം ബോൺസുകളാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര ബോൺസ് ഉണ്ട് എന്ന് ഒരു കണക്ക് നമുക്ക് ഇതിനകത്ത് നമ്മൾ കുറേ കാൽക്കുലേഷൻ പഠിക്കുന്നുണ്ട്, കുറേ കണക്കുകളുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്പറൊക്കെ ഓർത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ നമ്പർ ഒന്നും ഓർമ്മ വരത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ ഒരു സ്കെലറ്റൽ സിസ്റ്റം, ഒരു അഡൾട്ട് ഹ്യൂമൻ ബോഡി കൺസിസ്റ്റ് ഓഫ് 206 ബോൺസ്. എത്ര ബോൺസ് ആണ്? 206 ബോൺസ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ആ അഡൾട്ട് ബോഡി എന്ന് എടുത്തു പറയാൻ എന്താണ് കാരണം? വേറെ എന്തെങ്കിലും നമ്പർ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുണ്ടോ? ഉണ്ട്. നമ്മുടെ അഡൾട്ട് ബോണിൻ്റെ എണ്ണമല്ല ആക്ച്വലി ഇൻഫൻസിനുള്ളത്. ഇൻഫൻറ്റുകളുടെ ബോൺസുകളുടെ എണ്ണം ഏകദേശം ഒരു 300 എണ്ണമൊക്കെ വരും. അപ്പോൾ അല്ലെ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് 300 ബോൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ വളർന്നു വരുമ്പം ചില ബോൺസുകളെല്ലാം ജോയിൻ ചെയ്ത് ഒറ്റ ബോൺസ് ആയിട്ട് വരും, അല്ല ഒറ്റ ബോണായിട്ട് വരും. അപ്പോൾ നമ്മുടെ എണ്ണം എന്ത് ചെയ്തും അങ്ങോട്ട് കുറയും. 300 എന്നുള്ള നമ്പർ എന്തായിട്ട് മാറും? 206 എന്നുള്ള നമ്പറായിട്ട് മാറും. അപ്പോൾ ഈ 206 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 206 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്പർ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 206 ബോൺസ് ആണ് നമ്മുടെ ഒരു സ്കെലറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്കെലറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം, ആക്സിയൽ സ്കെലറ്റൻ സിസ്റ്റം, അതേപോലെ അപ്പെൻഡിക്കുലാർ സ്കെലറ്റൻ സിസ്റ്റം. എന്താണ്? അപ്പെൻഡിക്കുലാർ സ്കെലറ്റൻ. നോക്കിക്കേ, ആക്സിയൽ സ്കെലറ്റൻ എന്നും എപ്പൻഡിക്കുലാർ സ്കെലറ്റൻ എന്നും രണ്ടായിട്ട് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 206 ബോൺസ് ആണുള്ളത്. ഇതിൽ എത്ര പേര് ആക്സിയലിൽ വരുന്നുണ്ട്, എത്ര പേര് അപ്പൻഡിക്കുലാറിൽ വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആക്സിയലിൻ്റെ നമ്പർ ഓഫ് എന്തെന്ന് പറയുന്നത് ബോൺസ് എന്ന് പറയുന്നത് 80 ആണെടാ. എത്രയാണ്? 80 ആണ്. അപ്പോൾ ആക്സിയൽ സ്കെലറ്റനകത്ത് എത്ര ബോൺസുകൾ ഉണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 80 പറയണം. 80. 206ൽ നിന്ന് 80 പോയാൽ റിമൈനിങ് എത്ര ബോൺസ് ആണുള്ളത്? റിമൈനിങ് 126 ബോൺസ് ആണുള്ളത്. ഈ 126 ബോൺസ് ആർക്കാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? 126 ആണോ? 126 ബോൺസ് ആർക്കാണുള്ളത്? 126 ബോൺസ് ഉള്ളത് എപ്പൻഡിക്കുലാർ സ്കെലറ്റൻ ആണ്. കറക്റ്റ് അല്ലേ? 120 + 80 200 206. കറക്റ്റ് ആണല്ലോ? നോക്കിയേ, ആക്സിയൽ സ്കെലറ്റൻ 80 ഉണ്ട്, അപ്പൻഡിക്കുലാർ സ്കെലറ്റൻ 126 ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെലറ്റൻ 80 ഉണ്ട്, അപ്പൻഡിക്കുലാർ സ്കെലറ്റൻ 126. എത്രയാണ്? 126. ആദ്യം നമ്മൾ പഠിക്കുന്നത് 206 ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ ഈ നമ്പേഴ്സ് തിരിഞ്ഞു പോകരുത്. 80 126. എത്രയാണ്? 80 126. മറക്കത്തില്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എന്താണ് സ്കെലറ്റൽ സിസ്റ്റം എന്താണെന്ന് നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? ആക്സിയൽ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ആക്സിൽ കൂടി, അല്ലെ നമ്മുടെ ബോഡിയുടെ സെൻട്രൽ ആക്സിസിൽ കൂടി പോകുന്ന സ്കെലറ്റൽ സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ദ ആക്സിയൽ സ്കെലറ്റൻ റൺസ് എലോങ് ദി ബോഡി സെൻട്രൽ ആക്സിസ്. ദെയർഫോർ ഇറ്റ് ഈസ് കാൾഡ് ദ സെൻട്രൽ കോർ ഓഫ് ദി ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയുടെ സെൻട്രൽ കോർ എന്ന് പറയുന്നത് ആക്സിയൽ സ്കെലറ്റൻ സിസ്റ്റമാണ്. കാരണം എന്താണ്? നമ്മുടെ സെൻട്രൽ ബോഡി കൂടിയാണ് പോകുന്നത്. ദ ആക്സിയൽ സ്കെലറ്റൻ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് 80 ബോൺസ്. വേണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എത്രയാണ് ആക്സിയൽ സ്കെലറ്റൻ എന്ന് പറയുന്നത്? 80 ബോൺസുകൾ ചേർന്നിട്ടാണ് ആക്സിയൽ സ്കെലറ്റൻ ഉണ്ടായിരിക്കുന്നത്. നമ്പർ ക്ലിയർ അല്ലേ? ആക്സിയൽ സ്കെലറ്റനിൽ എത്ര ബോൺസ് ആണ്? 80. മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി ഈ 80 ബോൺസ് എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആക്സിയൽ സ്കെലറ്റനകത്ത് നമ്മൾ ആക്സിയൽ സ്കെലറ്റൻ എഴുതുകയാണ്. നോക്കിക്കേ, ആക്സിയൽ സ്കെലറ്റൻ കാണാൻ പറ്റുന്നില്ലേ? ദാ ഇവിടെ എഴുതാം. ആക്സിയൽ സ്കെലറ്റൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആക്സിസിൽ കൂടിയല്ലേ പോകുന്നത്? അതിനകത്ത് നമ്മുടെ സ്കള്ളുണ്ട്. ഓക്കെ അല്ലേ? സ്കള്ളുണ്ട് അല്ലേ? നമ്മുടെ തലയുടെ ഭാഗമുണ്ട്, നമ്മുടെ സ്കള്ളുണ്ട്. അതേപോലെ നമ്മുടെ വെർട്ടിബ്രൽ കോളമുണ്ട്. എന്തുണ്ട്? വെർട്ടിബ്രൽ കോളമുണ്ട്. ഇനിയുണ്ട് ഒരു സാധനം കൂടി ഉണ്ട്, നമ്മുടെ റിബ് കേജും ഉണ്ട്. റിബ് കേജും ഉണ്ട്. അപ്പം ആക്സിയൽ സ്കെലറ്റൻ അതിന് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം സ്കള്ളുണ്ട് അല്ലേ? നമ്മുടെ തലയോട്ടി എന്ന് നമ്മൾ പറയുന്ന സാധനമുണ്ട്, സ്കള്ളുണ്ട്. പിന്നെ എന്താണ്? വെർട്ടിബ്രൽ കോളമുണ്ട്. വെർട്ടിബ്രൽ കോളം നമ്മൾ നട്ടല്ലെന്നൊക്കെ പറയില്ലേ? വെർട്ടിബ്രൽ കോളമുണ്ട്. നമ്മുടെ റിബ് കേജ് ഉണ്ട്. എന്തുണ്ട്? റിബ് കേജ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണ് ആക്സിയൽ സ്കെലറ്റനകത്തുള്ളത്? സ്കള്ള്, വെർട്ടിബ്രൽ കോളം, അതേപോലെ റിബ് കേജ്.
അപ്പോൾ നമ്മൾ ഈ ആക്സിയൽ സ്കെൽട്ടൺ പഠിക്കുമ്പോൾ നമ്മൾ ഓരോന്നും നോക്കണം. ആദ്യം സ്കള്ള് നോക്കണം, വെർട്ടിബ്രൽ കോളം നോക്കണം, റിബ് കേജ് നോക്കണം. ആദ്യം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? സ്കള്ളാണ് പഠിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, സ്കള്ളിനകത്ത് എത്രയുണ്ട്? സ്കള്ളിനകത്ത് മുഴുവനായിട്ട് സ്കള്ള് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ ഓരോ സെക്ഷനിൽ എത്രയുണ്ടെന്ന് പഠിക്കും. സ്കൾ ബോൺ എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണെന്ന് അറിയോ? ക്രേനിയൽ ബോൺസും ഫേഷ്യൽ ബോൺസും ഓഡിറ്ററി ഓസിക്കിൾസും ഹയോയിഡും ചേർന്നതാണ്. കൺഫ്യൂഷൻ ആവരുതേ, ഞാൻ പറഞ്ഞുതരാം. സ്കളെന്ന് പറയുന്നത് ക്രേനിയൽ പോർഷനും, അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ അല്ലെ, നമ്മുടെ ഫ്രണ്ട് ഉൾപ്പെടെ നമ്മുടെ ഈ ഒരു ഫോർഹെഡ് മുതൽ ബാക്ക് സൈഡിലോട്ടുള്ള ക്രേനിയൽ ബോൺസും നമ്മുടെ ഫേഷ്യൽ ബോൺസും അല്ലെ, നമ്മൾ സ്കളല്ലേ, നമ്മൾ നെക്കിന് മുകളിലോട്ടുള്ള കാര്യമാണ് പറയുന്നത്. ക്രേനിയൽ ബോൺസ് ഉണ്ട്, നമ്മുടെ ഫേഷ്യൽ ബോൺസ് ഉണ്ട്, നമ്മുടെ ഇയർ ബോൺസ് ഉണ്ട്. ഇയർ ബോൺസിനെയാണ് നമ്മൾ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത്. എന്താണ് ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത്? അതേപോലെ ഹയോയിഡ് ബോൺ ഉണ്ട്, നമ്മുടെ ഈ ടങ്ങിൻ്റെ കീഴിലുള്ള, ടങ്ങിൻ്റെ താഴെ കാണപ്പെടുന്ന ഒരു ബോണാണ് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്കള്ളിനകത്ത് ആരൊക്കെയുണ്ട്? ആദ്യം നമ്മൾ ക്രേനിയം നോക്കണം, ക്രേനിയൽ ബോൺസ്. നമ്പർ പറയാം, അതിന് മുൻപ് പേരൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. ക്രേനിയൽ ബോൺസ് ഉണ്ട്, ഫേഷ്യൽ ബോൺസ് ഉണ്ട്, ഇയർ ഓസിക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് എന്താ പറയുന്ന ഓഡിറ്ററി ഓസിക്കിൾസ്, പിന്നെന്താണ് ഹയോയിഡ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിക്കേ, ആരൊക്കെയുണ്ട്? ക്രേനിയൽ ബോൺസ്, ഓഡിറ്ററി ഓസിക്കിൾസ്, ഫേഷ്യൽ ബോൺസ്, ഹയോയിഡ്. നമ്പർ പഠിക്കാം, നോക്കിക്കേ. ക്രേനിയൽ ബോൺസ് 8 എണ്ണമാണുള്ളത്. എത്രയാണ് ക്രേനിയൽ ബോൺസ് ഉള്ളത്? 8 ക്രേനിയൽ ബോൺസ്. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ഫേഷ്യൽ ബോൺസ് എത്രയാണെന്നറിയോ? 14 ഫേഷ്യൽ ബോൺസ് ആണുള്ളത്. എത്രയാണ്? 14 ഫേഷ്യൽ ബോൺസ് ആണുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ഓഡിറ്ററി ഓസിക്കിൾസ് അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ് ഒരു ചെവിയിൽ 3 എണ്ണം വീതം, 2 ചെവിയിലും കൂടി എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം. അപ്പോൾ മൊത്തം എത്രയാണ്? 6 എണ്ണം. ഹയോയിഡ് ബോൺ ഒരെണ്ണമേ ഉള്ളൂ. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? 8 ക്രേനിയൽ ബോൺസ്, 14 ഫേഷ്യൽ ബോൺസ്, 6 ഇയർ ഓസിക്കിൾസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഓസിക്കിൾസ്, ഒരെണ്ണം എത്രയാണ്? ഹയോയിഡ്. നോക്കിക്കേ, 14ഉം 8ഉം 22 അല്ലേ? 22ഉം 6ഉം 28, 28 1ഉം 29. എത്രയാണ്? 29. നോക്കിക്കേ, ഒരു സ്കൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ബോൺസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പറയും? ക്രേനിയൽ 8, ഫേഷ്യൽ 14, ഇയർ ഓസിക്കിൾസ് 6, ഹയോയിഡ് 1. മൊത്തം എത്രയാണ്? 29 ബോൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? നമ്പർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് നോക്കാം. നോക്കിക്കേ, അപ്പോൾ നമുക്ക് നമ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. 29 ബോണാണ്. അതിൽ നമ്മൾ ആദ്യം നമ്മുടെ ക്രേനിയൽ ബോൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ ഒരു ക്രേനിയൽ ബോൺസിൻ്റെ നമ്മുടെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ക്രേനിയൽ ബോൺസിൻ്റെ നോക്കിക്കേ, ക്രേനിയൽ ബോൺസ് എത്രയാണ്? 8 ക്രേനിയൽ ബോൺസ് ആണുള്ളത്. ഏതൊക്കെയാണെന്നറിയാമോ? ഓക്സിപിറ്റൽ ഒരെണ്ണം. എത്രയാണ്? ഓക്സിപിറ്റൽ ഒരെണ്ണം, ടെമ്പോറൽ 2 എണ്ണം. ഓക്സിപിറ്റൽ 1, ടെമ്പോറൽ 2, പെരൈറ്റൽ 2. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്സിപിറ്റൽ, ടെമ്പോറൽ, പെരൈറ്റൽ, പിന്നെ സ്പീനോയിഡ്, എഡ്മോയിഡ്, ഫ്രണ്ടൽ. ഏതൊക്കെയാണ്? സ്പീനോയിഡ്, എഡ്മോയിഡ്, നമ്മുടെ കണ്ണിനുള്ളിലുള്ള എഡ്മോയിഡ്, ഫ്രണ്ടൽ അല്ലെങ്കിൽ ഫ്രണ്ടൽ ബോൺ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഏതൊക്കെയാണ്? ഓക്സിപിറ്റൽ, ടെമ്പോറൽ, പെരൈറ്റൽ. ആദ്യത്തെ ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞേ. ഓക്സിപിറ്റലിൻ്റെ O, ടെമ്പോറലിൻ്റെ T, പെരൈറ്റലിൻ്റെ P. എന്താണ്? OTP. OTP ഓർത്തിരുന്ന ക്രേനിയൽ നെർവസിലെ ക്രേനിയൽ ബോൺസിൻ്റെ ആദ്യത്തെ 3 എണ്ണം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. OTP സേഫ് ആടാ. SFE, SEF സേഫ്. SAFE ആണ്. അതില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം എന്തായിട്ട് എടുക്കാം? SF എന്നുള്ള രീതിയിൽ എടുക്കാം. നോക്കിക്കേ, സ്പീനോയിഡ്, എഡ്മോയിഡ്, ഫ്രണ്ടൽ. സ്പീനോയിഡ്, എഡ്മോയിഡ്, ഫ്രണ്ടൽ. മനസ്സിലായോ? OTP സേഫ് ആണെന്ന് ആലോചിച്ചാൽ മതി. ഓക്സിപിറ്റൽ, ടെമ്പോറൽ, പെരൈറ്റൽ. ഇതിൽ ഓക്സിപിറ്റൽ 1, ടെമ്പോറൽ 2, പെരൈറ്റൽ 2. ബാക്കി എല്ലാവരും ഓരോന്ന് വീതേ ഉള്ളൂ. കൂട്ടിക്കേ, 1 1 2 1 3, 3 2 5 2 7 1 8. നോക്കിക്കേ, 8 ക്രേനിയൽ ബോൺസ് പഠിച്ചല്ലോ. ഓക്സിപിറ്റൽ, ടെമ്പോറൽ, പെരൈറ്റൽ, സ്പീനോയിഡ്, എഡ്മോയിഡ്, ഫ്രണ്ടൽ. ഓക്കെ അല്ലേ? പേര് ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും.
ഏതെങ്കിലും ഒരു ബോണിൻ്റെ പേര് തരാം. എക്സാമ്പിൾ പറയാണ്, ഓക്സിപിറ്റൽ ബോൺ എവിടെയാണ് കാണുക എന്ന് ചോദിക്കുമ്പം ഇത് ഓക്സിപിറ്റൽ ബോൺ നമുക്ക് ക്രേനിയൽ ബോൺസിനകത്താണ് നമ്മൾ പഠിച്ചതെന്നൊരു ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതെന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. എങ്ങനെയാണ്? ഓക്സിപിറ്റൽ ടെമ്പോറൽ പരൈറ്റൽ, സ്പീനോയിഡ് എഡ്മോയിഡ് ഫ്രണ്ടൽ. കുറച്ച് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 8 എണ്ണം പഠിച്ചാൽ മതിയല്ലോ, ഈസി അല്ലേ? ഓക്കെ, ഇനിയും അടുത്ത നോക്കിക്കേ. ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് 3 പേരാണ് കേട്ടോ, ജോയിൻ ചെയ്തിരിക്കുന്ന 3 ബോൺസ് ആണ്. ഒന്ന് മാലിയസ്, രണ്ടാമത് ഇൻഗസ്, മാലിയസ് ഇൻഗസ്. മൂന്നാമത്തത് സ്റ്റേപ്പിസ്, മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്. മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് എന്താണ്? മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് ഇയർ ഓസിക്കിൾസ് ആണ്. ഒരു ചെവിയിൽ 3 എണ്ണം, 2 ചെവിയിലും കൂടെ 6 എണ്ണം. അപ്പം 2 മാലിയസ്, 2 ഇൻഗസ്, 2 സ്റ്റേപ്പിസ് ആണ് നോർമൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ കാണാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്, ഈ സ്റ്റേപ്പിസ് നിങ്ങൾ പഠിച്ചോ? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ എന്നറിയപ്പെടുന്നത് ആരാണടാ? ഈ സ്റ്റേപ്പിസ് ആണ്. അപ്പോൾ സ്മോളസ്റ്റ് ബോൺ ഇൻ ദി ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ആരാണ്? സ്റ്റേപ്പിസ് ആണ്. എവിടെയാണ് കാണപ്പെടുന്നത്? ഇയർ ഓസിക്കിളിൽ. അപ്പോൾ ഇയർ ഓസിക്കിളിൽ കാണുന്ന സ്റ്റേപ്പിസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ബോൺ. അപ്പോൾ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലേ? എല്ലാം ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇത് കുറച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഏറ്റവും ചെറുത് ഇതാണ്. ഇനി അത് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഫേഷ്യലാണ് കേട്ടോ. ഫേഷ്യൽ എന്താണ്? ബോൺസ് ആണ്. ഫേഷ്യൽ ബോൺസ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചത്? 14 എണ്ണം ഉണ്ടെന്നാണ് പഠിച്ചത് അല്ലേ? നോക്കിക്കേ, ഇവിടെ 14 എണ്ണം നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം പഠിച്ചാൽ മതി. പിന്നെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതാണ് അല്ലേ? അത് നോക്കിക്കേ. അത് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. മാൻഡിബിൾ. എന്താണ്? മാൻഡിബിൾ. മാക്സില്ല. ഓക്കെ, മാൻഡിബിൾ ഒരെണ്ണം, മാക്സില്ല 2 എണ്ണം, ഇൻഫീരിയർ നീസൽ കോഞ്ച 2 എണ്ണം, ബാക്കി ലാക്രിമൽ 2 എണ്ണം, നെയ്സൽ 2 എണ്ണം. മൂക്കിലുള്ള ഇതാണ് നെയ്സൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോട്ടോ ഉണ്ട്. ഇത് നെയ്സൽ. പിന്നെന്താണ്? നമ്മുടെ ഈ മൂക്കിനോട് ചേർന്നിട്ടുള്ളത് ഇവിടെയുള്ള ബോണാണ് ലാക്രിമൽ ബോണ്, ലാക്രിമൽ ഗ്ലാൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇനി അടുത്തത് ഇൻഫീരിയർ നീസൽ കോഞ്ച്. അതെവിടെയാണ്? ആ മൂക്കിൻ്റെ സൈഡിലായിട്ട് കാണുന്നതാണ്. മാക്സില്ല ഇവിടെ ഫേഷ്യൽ നമ്മുടെ ഈ ഒരു സെക്ഷനാണ് മാക്സില്ല. മാൻഡിബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? താഴത്തെ ഈ ഒരു പോർഷനാണ് മാൻഡിബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പലൈറ്റിൻ. നോക്കിക്കേ, പാലറ്റൈൻ എന്ന് പറയും. പാലറ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ളതാണ് പാലറ്റൈൻ. അതുപോലെ സൈഗോമാറ്റിക് ഇവിടെ ഉള്ളതാണ് ഈ ഗ്രീൻ കളറിലുള്ളതാണ് സൈഗോമാറ്റിക്. പിന്നെന്താണ്? വോമർ എവിടെയാണ്? വോമർ നമ്മുടെ മൂക്കിൻ്റെ സെൻറ്ററിലുള്ള ബോണാണ് വോമർ. പേര് കുറച്ച് പാടാം, പക്ഷേ കേട്ട് കഴിഞ്ഞാൽ ഇത് ഫേഷ്യൽ ബോൺസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. എങ്ങനെയാണ്? മാൻഡിബിൾ, മാക്സില, ഇൻഫീരിയർ നേസൽ കോഞ്ച. നേസൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം, അതുകൊണ്ട് അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ലാക്രിമൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ്, അത് ഓർക്കും. നെയ്സലും നമുക്കറിയാം. നെയ്സൽ എന്ന് പറഞ്ഞാൽ മൂക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട് പെലൈറ്റിൻ, അതുപോലെ സൈഗോമാറ്റിക്, വോമർ. മറന്നു പോകാൻ സാധ്യതയുള്ളത് എടുത്തെടുത്ത് പഠിക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇതിനകത്തൊരു പ്രത്യേകത, ഒരെണ്ണം മാത്രമുള്ളത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. മാൻഡിബിളും വോമറും മാത്രമേ ഒന്നുള്ളൂ, ബാക്കിയെല്ലാം ഈ 2 എണ്ണം വീതമുണ്ട് കേട്ടോ. മാൻഡിബിളും വോമറും ഒരെണ്ണം, ബാക്കിയെല്ലാം ഈ 2 എണ്ണം വീതമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതും വായിച്ച് വയ്ക്കുക. റിപ്പീറ്റഡ് ആയിട്ടൊരു 3-4 വട്ടം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? പേരുകളൊക്കെ ക്ലിയർ ആവും. അടുത്തത് നമ്മുടെ തൊറാസിക് കേജ് അല്ലെങ്കിൽ റിബ് കേജ് ആണ് അല്ലേ? തൊറാസിക് കേജ് അല്ലെങ്കിൽ റിബ് കേജ് ആണ്. നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ നിന്നും താഴോട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അപ്പം നമുക്കിതിനെ റിബ് കേജ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ സ്കള്ളിനകത്ത് മൊത്തം 29 ബോണാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമുക്ക് മൊത്തം ആക്സൽ സ്കെൽറ്റനകത്ത് 8 ആണ് ഉള്ളത്. ആക്സൽ സ്കെൽറ്റൻ എത്രയാണുള്ളത്? 80 ആണുള്ളത്. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൾ 29 പഠിച്ചു. ഇനി റിബ് കേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിബ് ആക്ച്വലി നമ്മുടെ റിബ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 24 റിബ്സ് ആണ്. അതായത് 12 പെയർ ആണ് കേട്ടോ. 12 പെയർ ആണ്. ഇത് കൂടാതെ നമുക്കിതാ ഈ മിഡിൽ പോർഷൻ കണ്ടോ? ഇതിനെ നമുക്ക് എന്താണ്? ചെസ്റ്റ് ബോൺ എന്ന് പറയാം. എന്താണ് ഇതിനെ പറയാം? ബ്രസ്റ്റ് ബോണെന്നോ ചെസ്റ്റ് ബോണെന്നോ ഒക്കെ പറയുന്നതാണ് ഈ സാധനം. അപ്പോൾ ഇതെന്താണ്? ഒരെണ്ണം. അപ്പോൾ 24ഉം 1ഉം 25. അപ്പോൾ റിബ് കേജിൽ മൊത്തം എത്ര ബോൺസ് ഉണ്ട്? 25 ബോൺസ് ആണല്ലോ. എത്രയാണ്? 25 ബോൺസ്. ഓക്കെ അല്ലേ? അതിൽ 12 പെയർ റിബ്സ് ആണ്, ഒരെണ്ണം ചെസ്റ്റ് ബോണാണ്.
നോക്കിക്കേ, ഈ ചെസ്റ്റ് ബോണുമായിട്ട് റിബ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയല്ലേ, അല്ല ഇങ്ങനെ 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 ബ്രാഞ്ചായിട്ടിരിക്കുകയല്ലേ. ഇതിൽ 1 2 3 4 5 6 7 ഈ 7 എണ്ണത്തിൻ്റെ പ്രത്യേകത ഇവർക്ക് ഡയറക്റ്റ് നമ്മുടെ ചെസ്റ്റ് ബോണുമായിട്ട് എന്തുണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് 7 എണ്ണത്തിന് കോണ്ടാക്റ്റ് ഉണ്ട്. ആ ആദ്യത്തെ 7 റിബ്സിനെ നമ്മൾ ട്രൂ റിബ് എന്നാണ് പറയുന്നത്, ട്രൂ റിബ്സ്. ബാക്കിയുള്ള 5 എണ്ണം എന്താണ്, ഫോൾസ് ആണ്, ഫോൾസ് റിബാണ്. അപ്പം ട്രൂ റിബും ഉണ്ട്, ഫോൾസ്. നമ്മുടെ സ്റ്റേണം എന്നാ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ബ്രസ്റ്റ് ബോൺ അല്ലെങ്കിൽ ചെസ്റ്റ് ബോണിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേർണം. ഇവിടെയുണ്ട് സ്റ്റേർണം. ഓക്കെ അല്ലേ. അപ്പം സ്റ്റേണവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 7 പെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂ റിബ്സ്. എന്താണ്, ട്രൂ റിബ്സ്. അത് കഴിഞ്ഞിട്ടുള്ള 5 പേരാണ് ഫോൾസ് റിബ്. അപ്പം ഏതൊക്കെ റിബ്സുകൾ ചെയ്യാൻ ആദ്യത്തെ 7 പെയർ ഓഫ് റിബ്സിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ട്രൂ റിബ്സ്. ഓക്കെ അല്ലേ, ട്രൂ റിബ്സ്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്, മൊത്തം 25 ഉണ്ട്. നേരത്തെ 29ഉം ഇപ്പം എത്രയാണ്, 25. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ്, അടുത്ത നമ്മൾ നോക്കുന്നത് വെർട്ടിബ്രൽ കോളമാണ്. വെർട്ടിബ്രൽ കോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വെർട്ടിബ്രയാണ് അതിനകത്ത് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 വെർട്ടിബ്ര ഉണ്ട്. 24 വെർട്ടിബ്ര ഉണ്ട് കേട്ടോ. 24 വെർട്ടിബ്ര മാത്രമല്ല, വെർട്ടിബ്രൽ ബോൺ 24ഉം ഇതുകൂടാതെ ഒരു സാക്രം ബോണുണ്ട്, ഒരു കോക്കിക്സ് ബോണും ഉണ്ട്. നോക്കിക്കേ, ആദ്യത്തെ 24 എണ്ണത്തിനെ നമുക്ക് വെർട്ടിബ്ര എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നോക്കിക്കേ, ഇവിടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സേക്രമുണ്ട്. അത് 5 ബോൺസുകൾ ഫ്യൂസ് ആയിട്ടുള്ളതാണ്. കോക്കിക്സ് ഉണ്ട് 4 ബോൺസുകൾ ഫ്യൂസ് ആയിട്ടുള്ളത്. നോക്കിക്കേ, നമ്മുടെ ഈ 24 ബോൺസ് ഇല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ വെർട്ടിബ്ര എന്ന് പറയുന്നത്, ഈ വെർട്ടിബ്രയിലെ ആദ്യത്തെ 7 എണ്ണം, ഫസ്റ്റ് 7 സെർവിക്കൽ ബോൺസുകൾ എന്നറിയപ്പെടും. വെർട്ടിബ്രയിലെ ആദ്യത്തെ 7 ബോൺസ് എങ്ങനെ അറിയപ്പെടും, സെർവിക്കൽ ബോൺസ് എന്നറിയപ്പെടും. പിന്നത്തെ 12 എണ്ണം, 7 പിന്നെ 12 തൊറാസിക് വെർട്ടിബ്ര എന്നറിയപ്പെടും. എന്താണ്, തൊറാസിക് വെർട്ടിബ്ര. പിന്നുള്ള 5 എണ്ണത്തിന് ലുംബാർ വെർട്ടിബ്ര എന്നറിയപ്പെടും. എത്രയാണ്, ലുംബാർ വെർട്ടിബ്ര. അത് 5 എണ്ണം. അപ്പം 7 12 5 അല്ലേ, 7 12 5 സെർവിക്കൽ, തൊറാസിക്, ലുംബാർ. ഇനിയും പിന്നുള്ളത് സേക്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ കോക്കിക്സ്, സേക്രം, കോക്കിക്സ്. ക്ലിയർ ആണോ? അപ്പോൾ വെർട്ടിബ്രൽ കോളത്തിനകത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 26 എണ്ണമാണ്. എത്ര എണ്ണമാണ്, 26. നോക്കിക്കേ 12ഉം 7ഉം എത്രയാണ്, 12ഉം 7ഉം 19, 19 5ഉം 24, 24ഉം 2ഉം 26. ഇതിൽ ലുംബാർ, സേക്രവും കോക്കിക്സും, സേക്രം 5 ബോൺസുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ്, കോക്കിക്സ് 4 ബോൺസുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, 26. ക്ലിയർ ആണോ? ആദ്യത്തെ 7 എണ്ണം സെർവിക്കൽ, പിന്നത്തെ 12 എണ്ണം തൊറാസിക്, പിന്നത്തെ 5 എണ്ണം ലുംബാർ, പിന്നെ സേക്രം, കോക്കിക്സ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കറക്റ്റ് എണ്ണം കറക്റ്റ് ആണോ എന്ന്. ഓക്കെ, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം സ്കള്ള് 29, പിന്നെ നമ്മുടെ റിബ് കേജ് 25, പിന്നെ ഇവിടെ 26. നോക്കിക്കേ, 5ഉം 6ഉം 11, 11ഉം 9ഉം 20, 0 റിമൈൻഡർ 2, 2ഉം 2ഉം 4ഉം 2ഉം 6ഉം 2ഉം 8. കറക്റ്റ് ആയില്ലേ? ആക്സിയൽ സ്കെലറ്റലിനകത്ത് 80 ബോൺസുകൾ നമ്മൾ എന്ത് ചെയ്തു, നോക്കി. ഓക്കെ അല്ലേ? ഇത് സ്കള്ള്, ഇത് റിബ് കേജ്, ഇത് വെർട്ടിബ്രൽ കോളം. അപ്പോൾ ആക്സിയൽ സ്കെലറ്റൻ എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, സ്കള്ള്, റിബ് കേജ്, വെർട്ടിബ്രൽ കോളം, നമ്മുടെ സെൻട്രൽ ആക്സിസിലുള്ള ബോൺസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ അടുത്ത പോർഷനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത നമ്മുടെ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ ആണ്. എന്താണ് അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ? അപ്പോൾ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനകത്തോട്ട് പഠിക്കുന്നതിന് മുന്നേ നമ്മുടെ ആക്സിയൽ സ്കെലിറ്റൻ 80 ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനകത്ത് നമ്മൾ പറയുന്നത് ആരെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻട്രൽ ആക്സിസുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് കുറച്ച് എന്താണ് പാർട്സ് ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ് നമ്മുടെ ലിംബ്. നമുക്ക് എത്ര ലിംസ് ഉണ്ട്? നമുക്കാണെങ്കിൽ അപ്പർ ലിംസ് നമ്മുടെ കൈയാണ്, ലോവർ ലിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളാണ്. അപ്പോൾ അപ്പർ ലിംസ് എന്ന് പറഞ്ഞാൽ ഹാൻഡും, ലോവർ ലിംസ് എന്ന് പറഞ്ഞാൽ ലെഗും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ എന്താണ് അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ആദ്യം നമുക്ക് ലിംസുകളുണ്ട്. അപ്പോൾ അപ്പർ ലിംസ് ഉണ്ട്. അപ്പർ ലിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാൻഡാണ് അല്ലേ, ഹാൻഡുണ്ട്, ലെഗ് ഉണ്ട്,
എത്രണ്ണം ഉണ്ട്? 2 ഹാൻഡും 2 ലെഗ്. നോർമൽ ഹ്യൂമൻ ബോഡിയിൽ 2 ഹാൻഡും 2 ലെഗും ആണുള്ളത്. പിന്നെന്താണ്? പെൽവിക് ഗർഡിലും അതേപോലെ തന്നെ ഷോൾഡർ ഗർഡിൽ അല്ലെങ്കിൽ പെക്ടോറൽ ഗർഡിൽ. അപ്പം നമുക്കിതേ ഇങ്ങനെ പഠിക്കാം. അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ, അപ്പെൻഡിക്കുലാർ സ്കെലിറ്റനകത്ത് ലിംസും ഉണ്ട്, ഗേർഡിൽസും ഉണ്ട്. ലിംസ് ഹാൻഡ്, അതുപോലെ തന്നെ ലെഗ്. ഗേർഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൽവിക്കും പെക്ടോറലും. അപ്പം ലിംസ് ഹാൻഡും ലെഗും, ഗേർഡിൽസ് പെൽവിക്കും പെക്ടോറലും. നിങ്ങൾ ശ്രദ്ധിക്കുക, പെക്ടോറൽ എന്ന് പറയുന്നത് ഷോൾഡർ ഗേർഡിലിനെയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ബോൺസുകളെല്ലാം നമ്മുടെ ഈ ആക്സിയൽ സ്കെൽറ്റനുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ബോണാണ് നമ്മുടെ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. അത് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ് ഈ പെക്ടോറൽ ഗേർഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ കാലുകളാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് പെൽവിക്കാണ്, പെൽവിക് റീജിയനിൽ. അപ്പോൾ ഇവിടെ പെക്ടോറൽ ഗേർഡിലാണെങ്കിൽ താഴെ അതേ പൊസിഷനിൽ എന്തുണ്ടായിരിക്കും? പെൽവിക് ഗേർഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഗേർഡിൽസും അതുപോലെ ലിംസുകളും ചേർന്നതാണ് നമ്മുടെ അപ്പെൻഡിക്കുലാർ സ്കെൽറ്റൻ. മൊത്തത്തിൽ എത്ര ബോൺസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്? 126 ബോൺസ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എത്ര ബോൺസ് ഉണ്ട്? 126 ബോൺസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എവിടെയൊക്കെ എത്ര ബോൺസുകൾ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു കയ്യിൽ 30 ബോൺസ്. അങ്ങനെ നമുക്ക് എത്ര കൈയുണ്ട്? 2 കൈയുണ്ട്. അപ്പോൾ 60 ബോൺസ് ആവുമല്ലോ. 60. ഇനിയും ഒരു കാലിലും അതേപോലെ സെയിം 30 ബോൺസ് ഉണ്ട്. 30 × 2 60 ആയി. ഓക്കെ അല്ലേ? ഇനിയും പെക്ടോറൽ ഗേർഡിൽ നമ്മൾ 4 എണ്ണമാണുള്ളത്. പെക്ടോറൽ 4, പെൽവിക്ക് 2. നോക്കിക്കേ, 60, 120, 124, 126. കറക്റ്റ് ആയില്ലേ? 30 ബോൺസ് ഹാൻഡിൽ, 30 ബോൺസ് ഇവിടെ, 60. ലെഗിലും 30, 60. പെക്ടോറിൽ 4 ബോൺസ് നമ്മൾ പഠിക്കാനുണ്ട്, പെൽവിക്കിൽ 2 ബോണ്. മൊത്തത്തിൽ എത്രയുണ്ട്? 126 ബോൺസ്. ക്ലിയർ അല്ലേ? ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് നമ്പേഴ്സ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി നോക്കാം. ഇനി നമ്മുടെ ഹാൻഡ് നമുക്ക് എടുക്കണം. അതെവിടെ? നമ്മുടെ ഒരു ഹാൻഡിൻ്റെ ഫിഗർ ഉണ്ട്, ലെഗിൻ്റെ ഉണ്ട്. നോക്കിക്കേ, ഇതിനകത്ത് നോക്കിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോർഷൻ നമ്മുടെ അപ്പർ ആം റീജിയനിലുള്ള ബോണിനെ പറയുന്ന പേരാണ് ഹ്യൂമറസ് ബോൺ. അപ്പർ ആമിലുള്ളത് ഏതാണ്? ഹ്യൂമറസ്. എന്താണ്? ഹ്യൂമറസ് ബോൺ ഉണ്ട്. ഹ്യൂമറസ് ബോൺ ഉണ്ട്. പിന്നെന്താണ്? നമ്മുടെ ഫോർ ആമിൽ നമുക്ക് മുൻകൈയിൽ എന്താ ഉള്ളത്? 2 ബോൺസ് ഉണ്ട്. അതിൽ റേഡിയസും ഉണ്ട്, അൾനയും ഉണ്ട്. എല്ലാം ഓരോന്ന് വീതമാണ്. അപ്പോൾ ഹ്യൂമറസ് എന്ന് പറയുന്നത് മുകളിൽ അപ്പർ ആമിലുള്ള വലിയ ബോൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ബോൺസുകളാണ് നമ്മുടെ ഫോർ ആമിലുള്ളത്, റേഡിയസ്, അൾന. ഈ റേഡിയസും അൾനയും ഏത് പാർട്ടാണ്? ലിംബിൻ്റെ പാർട്ടാണോ അല്ലെങ്കിൽ ലെഗിൻ്റെ പാർട്ടാണോ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അപ്പർ ആമിൻ്റെ അല്ലെങ്കിൽ ആംസിൻ്റെ അപ്പർ ആമിൻ്റെ ആണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഇങ്ങനെ ആലോചിച്ചാൽ പോരെ. റേഡിയസ്, നമ്മൾ കൈ കൊണ്ടല്ലേ റേഡിയസ് വരയ്ക്കുന്നത്. അപ്പോൾ റേഡിയസ് ബോൺ എവിടെയാണ് കാണുന്നത്? കൈ കൊണ്ടാണ്. അപ്പോൾ റേഡിയസിൻ്റെ കൂടെ ആരെയും പഠിക്കണം? അൾനയും പഠിക്കണം. റേഡിയസ് ആൻഡ് അൾന ഓരോന്ന് വീതമല്ലേ. അപ്പോൾ നോക്കിക്കേ, ഹ്യൂമറസ് 1, റേഡിയസ് 1, അൾന 1. തീർന്നോ? ഇല്ല. നമ്മൾ താഴോട്ട് വരുവാണ്. നമുക്ക് ഇവിടെ വെച്ച് ബോൺ അവസാനിക്കുന്നില്ല. നമ്മുടെ കൈ ഇത്രയല്ല. നമുക്ക് എന്തുണ്ട്? നമുക്ക് ഫിംഗേഴ്സ് ഉണ്ടല്ലേ. ഫിംഗേഴ്സ് ഉണ്ട്. നോക്കിക്കേ, നമ്മുടെ ഈ റിസ്റ്റ് പോർഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മൾ വാച്ച് കിട്ടുന്ന സ്ഥലമില്ലേ, ഈ റിസ്റ്റ് പോർഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എത്രയാണെന്ന് അറിയാമോ? അവിടെ റിസ്റ്റ് പോർഷനകത്തുള്ള ബോൺസുകളെ നമ്മൾ പറയുന്ന പേരാണ് കാർപ്പൽസ്. എന്താണ്? കാർപ്പൽസ് 8 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 8 എണ്ണം. അപ്പം നമുക്ക് റിസ്റ്റിൽ എത്ര ബോൺസ് ആണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ബോൺസ് ആണുള്ളത്. ചെറിയ ബോൺസുകളായിരിക്കും അല്ലേ? 8 ബോൺസുകളാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നമ്മൾ വിരൽ, ഇതാണ് നമ്മുടെ ഫിംഗർ എന്ന് പറയുന്നത്. അതിന് മുന്നേ നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ കൈപ്പത്തിയുടെ ബാക്ക് സൈഡിലുള്ളത്, അവിടെ ബോണില്ലേ അല്ലേ? അവിടെ ബോൺ എത്രയാണ്? 1, 2, 3, 4, 5 വിരലിലോട്ട് നമ്മുടെ ബോൺസ് ഇങ്ങനെ പോവാണ്.
കാർപ്പൽ റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൈപ്പത്തിയിലുള്ള വിരൽ ആ ഒരു ബോൺസുകളെ നമ്മൾ മെറ്റാ കാർപ്പൽസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മെറ്റാ കാർപ്പൽസ്. മെറ്റലല്ല, മെറ്റാ കാർപ്പൽസ്. അത് നോക്കിക്കേ, 5 എണ്ണമാണുള്ളത്. എത്ര എണ്ണമാണ്? 5 എണ്ണമാണുള്ളത്. മനസ്സിലായാലും നമുക്ക് എണ്ണി നോക്കാൻ പറ്റും. 1 2 3 4 5 എണ്ണമാണെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ വിരൽ അല്ലേ, നമ്മുടെ ഫിംഗേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിംഗേഴ്സിലുള്ള നമ്മുടെ ബോൺസിന് നമ്മൾ ഫലഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ്? ഫലഞ്ചേഴ്സ് എന്നാണ്. അതൊക്കെ ഇപ്പോൾ കാലിൻ്റെ ഫിംഗർ ആണെങ്കിലും കൈയുടെ ആണെങ്കിലും നമ്മൾ എന്താ ഫലഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞ് നമ്മൾ ഓരോ വിരലും എടുക്കുക. ഓരോ വിരലും നമുക്ക് 2ആയിട്ട് മടക്കാൻ പറ്റത്തില്ലേ? ഇതാ ഇങ്ങനെ മടക്കാൻ പറ്റില്ലേ? അപ്പോൾ നോക്കി എത്ര ബോൺസ് ഉണ്ട്? 1 2 3. എത്രയാണ്? 1 2 3. ചെറിയ വിരലെടുത്താലും 1 2 3, വലുതെടുത്താലും 1 2 3. ആർക്കൊഴിച്ച്? തമ്പിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും 3 ബോൺസാണ് ഉള്ളത്. അപ്പം 4 3 12. തമ്പിനകത്ത് എത്ര ബോണാണ്? 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ 12 2 14. അപ്പോൾ ഫലഞ്ചേഴ്സ് എത്ര ഉണ്ടെടാ? ഫലഞ്ചേഴ്സ് 14. കൂട്ടാം ബാ. ഇത് നമ്മുടെ മാത്സ് ക്ലാസ് പോലെ ആവുമല്ലോ, എല്ലാം കൂട്ടലാണല്ലോ. നോക്കിക്കേ, 1 2 3, ഇവ രണ്ടുപേരും 3. 8 8 3 11, 11 5 16, 16 4 20, 20 10 30. കറക്റ്റായി അല്ലേ? കറക്റ്റായില്ലേ? നോക്കിക്കേ, ഒന്നുകൂടി ഉണ്ടെങ്കിൽ ഹ്യൂമറസ് റേഡിയസ് അല്ല ഓരോന്ന് വീതം. കാർപ്പൽസ് 8 എണ്ണം, മെറ്റാ കാർപ്പൽസ് 5 എണ്ണം, ഫലഞ്ചേഴ്സ് 14 എണ്ണം. ടോട്ടൽ എത്ര എണ്ണമാണ്? 30 ഒരു കയ്യിൽ. മറ്റേ കയ്യിൽ എത്ര എണ്ണമാണ്? 30 60. ക്ലിയർ ആണല്ലോ? അപ്പോൾ 60 ബോൺസുകളുടെ കാര്യത്തിലൊരു തീരുമാനമായി അല്ലേ? ഹ്യൂമറസ് ഒരു ഹ്യൂമൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമറസ് 2, റേഡിയസ് 2, അൾണ 2, കാർപ്പൽസ് 16, മെറ്റാ കാർപ്പൽസ് 10, ഫലഞ്ചേഴ്സ് 28. ക്ലിയർ അല്ലേ? നമ്പേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇതൊക്കെ ഓർമ്മയിൽ ഇരിക്കത്തുള്ളൂ അല്ലേ? നമ്മുടെ ബോഡിയിലുള്ളത് തന്നെയാണ്. നമ്മളിങ്ങനെ പതുക്കെ പഠിച്ചാൽ ഓക്കെ ആവും കേട്ടോ. വലിയ പാടൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ എല്ലാം ഇതിലുള്ള ഇവിടെ ഇങ്ങനെ എഴുതി വെക്കണം അല്ലേ? ഇവിടെ എന്ത് എഴുതി വയ്ക്കും? ഇവിടെ നമ്മൾ മെറ്റാ കാർപ്പൽസ്, ഇവിടെ കാർപ്പൽസ്. മറ്റേ അർജുൻ റെഡ്ഡിയിൽ എഴുതുന്നത് പോലെ ആവരുത്. നോക്കിക്കേ, ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ. കാണാണ്ട് പഠിക്കാനാണെങ്കിൽ നമ്മൾ ഇരുന്ന് കുത്തിയിരുന്ന് കാണാതെ പഠിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് നോക്കിയാൽ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഈ സാധനം മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം കുറച്ച് പേരുകൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. അത് 1 2 വട്ടം ഒന്ന് വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമ്മുടെ കൈ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? കാലിലോട്ട് പോകാം അല്ലേ? കാലിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമറസിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ആ തൈ ബോണിനെ പറയുന്ന പേരാണ് ഫീമർ. ഹ്യൂമറസിന് കറസ്പോണ്ടിങ് ആയിട്ട് കാലിലുള്ള ബോൺ എന്താ? ഫീമർ. ഫീമറിനൊരു പ്രത്യേകത ഉണ്ടടാ. എന്താണ്? ബിഗ്ഗസ്റ്റ് ബോണാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ. ഏറ്റവും വലിയ ബോൺ ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫീമറാണ് ആൻസർ പറയേണ്ടത്. തൈ ബോണാണ് ആൻസർ പറയേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഫീമറാണ് ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ബോൺ. ഏറ്റവും ചെറുതാരാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ്? സ്റ്റേപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ഫീമറുണ്ട്. ഫീമർ കഴിഞ്ഞിട്ട് അപ്പോൾ ഫീമർ ഒരെണ്ണം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, നമ്മുടെ ഈ നീ ക്യാപ്പില്ലേ, നീ ക്യാപ്പ്, ചിരട്ട എന്ന് നമ്മൾ പറയില്ലേ, നീ ക്യാപ്പ്. ഈ സാധനം ഒരു ബോണാണ്. അതിൻ്റെ പേരാണ് പാറ്റല്ല. എന്താണ്? പാറ്റല്ല. പാറ്റല്ലയും ഒരെണ്ണം ഉണ്ട്. അപ്പം നമ്മൾ റേഡിയസ് വളരാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കയ്യിൽ റേഡിയസ് വളരാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ എന്താണ് മുട്ടിൻ്റെ കേസ് അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പാറ്റല്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്? റേഡിയസിനും വള്ളയും പോലെ ടിബിയയും ഫിബുലയും ഉണ്ട്. എന്താണ്? ലോവർ ലെഗിൽ കാണപ്പെടുന്നതാണ് ടിബിയ, ഫിബുല. ടിബിയയും ഫിബുലയും നോക്കിക്കേ, ഇതൊന്ന് ഇതൊന്നും. ക്ലിയർ അല്ലേ? നോക്കിക്കേ, ടിബിയ, ഫിബുല, പാറ്റല്ല, ഫീമർ. ഫീമർ ഇത് കാലെടുത്ത് നോക്കുമ്പോൾ തൈബോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈബോൺ എന്ന് പറയുന്നത് ഫീമർ. അത് ചിരട്ട വരുമ്പോഴത്തേനും അതിനെ പാറ്റല്ല എന്ന് പറയും. താഴോട്ട് നമ്മുടെ ലോവർ ലെഗിൻ്റെ പോർഷനിലാണെങ്കിൽ ടിബിയയും ഫിബുലയും ഉണ്ട്. നോക്കിക്കേ, ടിബിയയും ഫിബുലയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും നോക്കണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി. ഫിബുല കുറച്ചൊക്കെ കട്ടി കുറഞ്ഞ ബോണാണ്, ടിബിയ കട്ടി കൂടുതലാണ്, ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ റേഡിയസ് വളരെയും പറയുന്നത്. ഇനി നമ്മുടെ എന്താണ് കാർപ്പൽസിന് പോലെ നമുക്ക് ഇവിടെയും വിരലുണ്ടല്ലോ, പക്ഷെ അതിനെ കാർപ്പൽസ് എന്നല്ല, അതിനെന്താ പറയുന്നത് അറിയോ? ടാർസെൽ എന്നാണ് അവിടെ പറയുന്നത്. ടാർസെൽ ആംഗിൾ. ഇനി എന്താ പറയുന്നത്? ടാർസെൽ എന്നാണ് പറയുന്നത്. നമ്മുടെ കാർപ്പൽസ് എത്ര എണ്ണമായിരുന്നു? അത് 8 എണ്ണമായിരുന്നു. പക്ഷെ ടാർസൽ 8 എണ്ണമില്ല, 7 എണ്ണയുള്ളേ. ടാർസൽ 7 എണ്ണേ ഉള്ളൂ. മെറ്റാ ടാർസൽ
മെറ്റാ ടാർസൽ എത്ര എണ്ണമാണ്? 5. ബാക്കി എല്ലാം കറക്റ്റാണ്. ഫലഞ്ചേഴ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14. നമുക്ക് കൂട്ടാം അല്ലേ? ഫലഞ്ചേഴ്സും മറ്റേതുപോലെ തന്നെ 14ആണ്. മെറ്റാ ടാർസൽസും കറക്റ്റാണ്. പക്ഷേ ടാർസൽ 7 ഉള്ളൂ. കൂട്ടി നോക്കിക്കേ, 14 1 15, 16 17, 18, 18 7 25, 25 5 30. കറക്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇവിടെയും 30 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്കപ്പോൾ കയ്യിലും കാലിലും കൂടെ 60 60 120 ഉണ്ട്. ക്ലിയർ ആയിട്ട് നമുക്കത് സെറ്റായി. ഇനിയും നമുക്കിവിടെ ഉണ്ട്. ഇനിയും നമുക്ക് എന്താണ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെക്ടോറൽ ഗിർഡിലുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് പെക്ടോറൽ ഗിർഡിലുമുണ്ട്, അതേപോലെ നമുക്ക് പെൽവിക് ഗിർഡിലുമുണ്ട് അല്ലേ? നോക്കിക്കേ, നമ്മൾ ഈ പെക്ടോറൽ ഗിർഡിൽ നമുക്ക് എത്ര ബോൺസുകളുണ്ട്? 2 ബോൺസ് ആണ് ഒരു സൈഡിൽ. അങ്ങനെ 2 സൈഡും കൂടെ ആകുമ്പോൾ 4 ബോൺസ് ആവും. പെൽവിക്കിൽ പക്ഷേ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഇതെല്ലാം കൂടെ എന്താണ് നമുക്ക് ഒറ്റ ബോണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതെത്രയാണ്? ഒറ്റയല്ല, ഇത് 2 എണ്ണമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ബോൺ, ഇവിടെ എന്താണ് 2, അപ്പം 2 ബോൺ. പക്ഷെ നമുക്ക് ഇത് പെൽവിക്കാണ്. പെക്ടോറൽ വരുമ്പോൾ നമുക്ക് എന്താണ് 2 ബോണുണ്ട് അല്ലേ? ഓക്കെ, അപ്പം പെൽവിക് ഗിർഡിലും പെക്ടോറൽ ഗിർഡിലും അത് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ പെക്ടോറൽ ഗിർഡിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം. ഓക്കെ, ക്ലാവിക്കിൾ ഒരെണ്ണം, പിന്നെന്താണ് സ്കാപ്പുല. എന്താണ് സ്കാപ്പുല? ഇത് ക്ലേവിക്കിൾ. ക്ലാവിക്കിൾ ഒരെണ്ണം, സ്കാപ്പുല ഒരെണ്ണം. അപ്പുറത്തും കൂടെ ആകുമ്പോഴോ ക്ലാവിക്കിൾ 1, സ്കാപ്പുല 2, മൊത്തം കൂടെ എത്രയാണ്? 4 എണ്ണമാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണമാണ് ക്ലാവിക്കിൾ, സ്കാപ്പുല. ഇവിടെ എന്താണ് ഓരോന്ന് വീതമാണ്. അപ്പോൾ ആ ഒരു പേരുകൾ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. ക്ലേവിക്കിളും സ്കാപ്പുലയും എന്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് പെക്ടോറൽ ഗിർഡിലിൻ്റെ ഭാഗമാണ്. ഏത് ഗിർഡിലിൻ്റെ ഭാഗമാണ്? പെക്ടോറൽ ഗിർഡിലിൻ്റെ ഭാഗമാണ് ക്ലേവിക്കിളും സ്കാപ്പുലയും. അതുപോലെ പെൽവിക് ഗിർഡിലിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2 ബോൺസ് ആണെങ്കിലും ഇതിന് 3 പാർട്ടുണ്ട്. ഇലിയം, ഇഷിയം, പ്യൂബിസ്. അപ്പം ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്തിൻ്റെ പാർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെൽവിക് ഗിർഡിലിൻ്റെ പാർട്ടാണ്. ഏതൊക്കെയാണ്? ഇലിയം, ഇഷിയം, പ്യൂബിസ് എന്തിൻ്റെ പാർട്ടാണ്? അത് നമ്മുടെ പെൽവിക് ഗിർഡിലിൻ്റെ പാർട്ടാണ്. പെക്ടോറൽ ഗിർഡിൽ ആരൊക്കെയുണ്ട്? ക്ലാവിക്കിളുമുണ്ട്, സ്കാപ്പുലയുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എപ്പൻഡിക്കുലർ സ്കെലറ്റനകത്ത് നമ്മൾ പഠിക്കുന്നത്. തീർന്നിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി ഇതിനകത്ത് പറയാനുണ്ട്. നമ്മളറിയാം, നമുക്ക് ബോൺസുകൾ മാത്രമല്ല സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഇത് കൂടാതെ നമുക്ക് കാർട്ടിലേജ് എന്താണെന്ന് പഠിക്കണം. കാർട്ടിലേജ് ഉണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ടെൻഡൺ എന്താണ്, ലിഗമെൻ്റ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കണം. പിന്നെ ജോയിൻറ്റുകൾ പഠിക്കണം. ഇതിൽ കാർട്ടിലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. നോക്കിക്കേ, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫൈബറസ് ആയിട്ടുള്ളൊരു ഫൈബറുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ അല്ലേ? നമ്മൾ ബ്ലഡ് പറഞ്ഞില്ലേ, ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അതെന്താണ്? ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതെന്താണ്? ഫൈബറസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്താണ് ശരിക്കും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഗീവ്സ് ഫ്ലെക്സിബിൾ സപ്പോർട്ട് ഫോർ സർട്ടൈൻ സ്ട്രക്ചർ ഇൻ അഡൾട്ട് ഹ്യൂമൻ ഇൻക്ലൂഡിങ് നോസ്. നമ്മുടെ മൂക്കിനും നമ്മുടെ ട്രക്കിയേക്കും ഇയറിനുമൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു എന്താണ് നമ്മുടെ ഇയറിനൊക്കെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമുക്കല്ല ചിലർക്കാണെങ്കിൽ ഇയറൊക്കെ ഇങ്ങനെ അനക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നോസൊക്കെ നമുക്ക് അനക്കാൻ പറ്റും. അതുപോലെ ട്രക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു എന്താണ് മൂവ്മെൻറ്റ് സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സോഫ്റ്റ് ടിഷ്യൂസിന് സപ്പോർട്ട് കൊടുക്കുക. ആർക്ക് സപ്പോർട്ട് കൊടുക്കുക? സോഫ്റ്റ് ഉള്ള ടിഷ്യൂസിന് സപ്പോർട്ട് കൊടുക്കുക. ഇനി എന്താണ്? ഒരു സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ സ്ലൈഡിങ് സർഫസ് ബോൺ ആർട്ടിക്കുലേഷൻസിൽ കൊടുക്കുക. ബോൺ ഇങ്ങനെ ഫോം ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാണ്? സ്ലൈഡിങ് സർഫസ് അല്ലെങ്കിൽ സ്മൂത്ത്നെസ് പ്രൊവൈഡ് ചെയ്യുക. ജോയിൻസിന് ഭയങ്കര സ്മൂത്ത്നെസ് പ്രൊവൈഡ് ചെയ്യുക. ഇനിയും ലോങ് ബോൺസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനും എനേബിൾ ചെയ്യാൻ സഹായിക്കുക. എന്താണ്? ലോങ് ബോൺസുകളുടെ എനേബിൾ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ലോങ് ബോൺസ്. വലിയ ബോൺസുകളുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുക. സോ എനേബിൾ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ലോങ് ബോൺസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് ടെൻഡണും ലിഗമെൻറ്റും കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്ട് ചെയ്യാൻ സഹായിക്കുകയാണ്. ടെൻഡൻ എന്ന് പറയുന്നത് നമ്മുടെ ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബോൺ ടു മസിൽ കണക്ഷനാണ്. നോക്കിക്കേ,
ഫൈബറസ് ബാൻഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ജോയിൻ ബോൺ ആൻഡ് അതർ കണക്റ്റീവ് ടിഷ്യൂസ് ടുഗദർ അറ്റ് എ ജോയിൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ്റ് ആണ്, ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ബോണിനെ മസിലുമായിട്ട് കണക്ട് ചെയ്യുന്നു, ജോയിൻറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. എന്താണ്? ബോൺ ടു മസിൽ കണക്ഷൻ, ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ടെൻഡൻ്റെ ഫംഗ്ഷൻ. അതേസമയത്ത് നമ്മുടെ ലിഗമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിഗമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോണ്ടഡ് ബോണാണ്. ഇത് ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്നു. എന്താണ്? ബോൺ ടു ബോണിനെ കണക്ട് ചെയ്യുന്നു. അപ്പം നോക്കിക്കേ, ടെൻഡൻ എന്ന് പറയുന്നത് ബോൺ ടു മസിലാണ്. ലിഗമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോൺ ടു ബോണാണ്. ബോൺ ടു ബോണാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ജോയിൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റുകൾ ഉണ്ടല്ലേ, നമുക്ക് ഈ ജോയിൻറ്റ് പെയിൻ എന്നൊക്കെ പറയില്ലേ, ബോൺസ്. അപ്പോൾ ജോയിൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എ ലൊക്കേഷൻ വെയർ 2 or more bones or other skeletal component are joined together. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. രണ്ടോ അതിലധികമോ ബോൺസുകൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ ഈ ബോൺസുകളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ജോയിൻസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ ബോൺസിൻ്റെ ഈ അറേഞ്ച്മെൻറ്റിനെ എന്ത് ചെയ്യും? ബാധിക്കും. അപ്പോൾ ഇതിങ്ങനെ രണ്ടോ അതിലധികമോ ബോൺസുകൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ് ജോയിൻറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോഫ്റ്റ് ടിഷ്യൂസിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എന്താണ്? നമുക്ക് നോക്കാം ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് നമുക്ക് ഉണ്ടെന്ന് നോക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബോൾ ആൻഡ് സോക്കറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോയിൻസിൻ്റെ പേര് അത് എവിടെയൊക്കെ കാണുമെന്ന് ചില എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതിലൊന്നാണ് ബോൾ ആൻഡ് സോക്കറ്റ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബോൾ ആൻഡ് സോക്കറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബോൾ ആൻഡ് സോക്കറ്റ് അതായത് ഒരു ബോൺ ബോൾ പോലെയും മറ്റേ ബോൺ അതിൻ്റെ എന്താണ്? സോക്കറ്റ് പോലെയുമാണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, നമ്മൾ ഈ ഫീമർ ബോണില്ലേ, നമ്മുടെ ഫീമർ ബോൺ, ഈ ഫീമർ ബോണ് നമ്മുടെ അസെറ്റാബുലും ഹിപ്പ് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് മൂവ്മെൻറ്റ്. നമ്മുടെ ഫീമർ എവിടെയാണ് ഉള്ളത്? കാല് നമ്മുടെ ഹിപ്പ് ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് ജോയിൻറ്റ് വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജോയിൻറ്റ് വഴിയാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് വഴിയാണ്. ഒരെണ്ണം ബോൾ പോലെ മറ്റേതാണിങ്ങനെ സോക്കറ്റ് പോലെ കയറ്റി വയ്ക്കാം. ഓക്കെ അല്ലേ? ദ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ഇസ് ദ മോസ്റ്റ് ഫ്ലെക്സിബിൾ അല്ലേ? നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. വെറിൻ ബോൺ ക്യാൻ മൂവ് എനി ഡയറക്ഷൻ. ബോണിന് നമുക്ക് ഏത് ഡയറക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ബോണിനെ ഏത് ഡയറക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാലൊക്കെ വെച്ച് നമുക്ക് ഏത് ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് 2 bones മേക്ക് ദിസ് ജോയിൻറ്റ്സ്. ഒരെണ്ണം ബാൾ ഷേപ്പ് ആയിരിക്കും, മറ്റേത് സോക്കറ്റ് ഷേപ്പ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കിക്കേ, ജോയിൻറ്റ് ഓഫ് ദി ഫിമർ ആൻഡ് പെൽവിക് ഗേഡിൽ. എക്സാമിന് ചോദിക്കും എവിടെയാണ് നമുക്ക് ഈ ബോൾ ആൻഡ് സോക്കറ്റ് കാണിക്കാൻ തരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ തരും. ഓക്കെ, അതിനകത്ത് ഫീമർ പെൽവിക് ഗേഡിലുമായിട്ടുള്ളൊരു ജോയിൻറ്റ്. ഓക്കെ അല്ലേ? പെക്ടോറൽ ഗേഡിലും ഹ്യൂമറസ് ബോണുമായിട്ടുള്ളത്. ഓക്കെ, ഹ്യൂമറസ് ബോണ് പെക്ടോറൽ ഗേഡിലുമായിട്ട് ഏത് ബോണാണുള്ളത്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണുള്ളത്. അതേപോലെ ഫീമർ പെൽവിക് ബോണുമായിട്ട് ഏതാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ആണ്. എക്സാമിന് ചോദിച്ച് എഴുതാമല്ലോ. ഫ്രീ മൂവ്മെൻ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. എല്ലാ ഡയറക്ഷനിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോയും നീയുമായിട്ടുള്ള നീ ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ ഫിംഗറും ടോയുമായിട്ടൊക്കെയുള്ള ടോയ്സ് കാലിൻ്റെ ആയിട്ടുള്ള ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹിഞ്ച് ജോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബെൻഡിങ് മോഷനാണ് ശരിക്കും ഇത്. ഒരു ഡയറക്ഷനോട്ടുള്ള ബെൻഡിങ് മോഷനാണ് ഇതുവഴി എന്ത് ചെയ്യുന്നത്? പറ്റുന്നത്. അപ്പോൾ എൽബോയും നീയും എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡയറക്ഷനിലുള്ള മാത്രമേ മൂവ്മെൻറ്റ് പറ്റത്തുള്ളൂ. ഇനിയും അപ്പോൾ അത് ഹിഞ്ച് ജോയിൻ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ എൽബോയും നീയുമായിട്ടുള്ളത് ഹിഞ്ച് ജോയിൻറ്റ്, ഫിംഗേഴ്സും ടോയുമായിട്ടുള്ളത് എന്താണ്? ഹിഞ്ച് ജോയിൻറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. പിവോട്ട് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഷാർപ്പ് പോയിൻറ്റഡ് ബൾജ് എന്ത് ചെയ്യും? ആ ഒരു ബോണുമായിട്ട് ഒരു ഗ്യാപ്പിലോട്ട് ഒരു ഷാർപ്പ് പോയിൻറ്റഡ് എഡ്ജ് ഇങ്ങനെ കയറ്റി വെക്കുന്നതാണ് പിവോട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ജോയിൻറ്റ് എന്താണ്? പിവോട്ടാണ്. നെക്ക് ജോയിൻറ്റും ഫോറാമുമായിട്ടുള്ളത് എന്താണ്? പിവോട്ട് ജോയിൻ്റ് ആണ്. വെർട്ടിബ്രൽ ബോണിൻ്റെ സെക്കൻഡറി വെർട്ടിബ്രൽ ബോണും എന്താണ്? പിവോട്ട് ജോയിൻ്റ് ആണ്. പിവോട്ട് ജോയിൻ്റ് ആണ്. സെക്കൻഡറി വെർട്ടിബ്രലായിട്ടും സ്കള്ളുമായിട്ടുള്ളത് പിവോട്ട് ജോയിൻ്റ് ആണ്. പിന്നെന്താണ്? ഫോർ ആമുമായിട്ടുള്ളത്, നെക്കും ഫോറാമുമായിട്ടുള്ളത് എന്താണ്? ജോയിൻസ് ഇൻ നെക്ക് ആൻഡ് ഫോറാം എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെ പിവോട്ട് ജോയിൻ്റ് ആണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്. പേരിനകത്തുള്ളതുപോലെ നമുക്ക് ഗ്ലൈഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഗ്ലൈഡിങ് ജോയിൻറ്റ് ഈസ് എ സൈനോവിയൽ ജോയിൻറ്റ്.
സൈനോവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റിൻ്റെ ഇടയിൽ ഫ്ലൂയിഡ്സ് ഉണ്ട്, അതിന് നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ ഇതിൽ ഗ്ലൈഡിങ് ജോയിൻറ്റിനെ നമുക്കൊരു സൈനോവിയൽ ജോയിൻറ്റ് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ബോൺസ് ദാറ്റ് മീറ്റ് അറ്റ് ദി ഫ്ലാറ്റ് ഓർ നിയർലി ഫ്ലാറ്റ് ആർട്ടിക്കുലേറ്റ്. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത് ഈ ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പ്ലാനാർ അല്ലെങ്കിൽ പ്ലെയിൻ ജോയിൻ്റ് എന്നും പറയാം കേട്ടോ. പ്ലാനാർ അല്ലെങ്കിൽ പ്ലെയിൻ ജോയിൻ്റ് എന്നും പറയാം. അടുത്ത പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾ ഈ നോട്ടുകൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തോ അങ്ങനെ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാവും. അപ്പം അത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല, നമ്മൾ ആ എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. ഗ്ലൈഡിങ് ജോയിൻറ്റ്സ് അലോ ദ ബോൺസ് ടു ഗ്ലൈഡ് ദി പാസ്റ്റ് വൺ അനദർ അപ്പ് ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡയഗണലി ഇൻ എനി ഡയറക്ഷനിലും ദ പ്ലെയിൻ ഓഫ് ദി ജോയിൻറ്റ്. ആ ജോയിൻറ്റ് പ്ലെയിനിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. നമ്മുടെ റിസ്റ്റ് ജോയിൻ്റ് ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. നോക്കിക്കേ, ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, റിസ്റ്റ് ജോയിൻ്റ് ആണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നമ്മുടെ ഇംപെർഫെക്റ്റ് ജോയിൻ്റ് ആണ്. ഇംപെർഫെക്റ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെന്താണ്, ഒരു ഫ്രീ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല, അല്ലേ? ഫ്രീ മൂവ്മെൻറ്റ് അല്ല ഇതിന് പോസിബിൾ. ജോയിൻസ് ആർ നോട്ട് ആസ് മൂവബിൾ ആസ് പെർഫെക്റ്റ് ജോയിൻസ്. പെർഫെക്റ്റ് ജോയിൻസ് പോലെ ഫ്രീ ആയിട്ട് മൂവബിൾ അല്ല. ഓക്കെ അല്ലേ? ഇതിൽ പറയുന്നത് നമ്മുടെ ഈ പ്യൂബിസ് ജോയിൻറ്റ്, പെൽവിസിലുള്ള പ്യൂബിസ് ജോയിൻസ്, അതായത് പറയുന്നത് സിംഫിസിസ് പ്യൂബിസ് ജോയിൻറ്റ്, സാക്രോലിയാക് ആൻഡ് സിംഫിസിസ് പ്യൂബിക്. അത് കുറച്ച് ടേം കുറച്ച് പാടാണ്. നോക്കിക്കേ, സാക്രോലിയാക് ആൻഡ് സിംഫൈസിസ് പ്യൂബിക് റീജിയനിലുള്ള ജോയിൻറ്റുകളാണ്. നമ്മുടെ പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ പ്യൂബിക് ജോയിനിലുള്ള ജോയിൻറ്റുകളാണ്. ഈ ജോയിൻറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, ഇംപെർഫെക്റ്റ് ജോയിൻറ്റ്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ജോയിൻറ്റുകളാണ്. ഇനി അടുത്ത് ഫിക്സഡ് ജോയിൻ്റ് ഉണ്ട്. ഫിക്സ് ആയിട്ടിരിക്കുന്ന ജോയിൻസ് ഉണ്ട്, ഒരനക്കവും തെറ്റാത്ത ജോയിൻസ് ഉണ്ട്. അത് നമ്മൾ ശരിക്കും എന്താണെന്നറിയാമോ, സ്കൾ ബോണുകൾ എന്താണ്, ഫിക്സഡ് ജോയിൻ്റ് ആണ്. ഫ്യൂച്ചർ ജോയിൻസ് ഇൻ സ്കൾ ബോൺസ് ആൻഡ് ഗോംഫോസിസ് ജോയിൻറ്റ് ഇൻ ജോ ബോൺസ്. ജോ ബോണുകളും സ്കൾ ബോണുകളും ഫിക്സഡ് ജോയിൻറ്റുകൾക്ക് എക്സാമ്പിളാണ്. ഏതൊക്കെയാണ്, ജോ പോയിൻറ്റും അതേപോലെ സ്കൾ പോയിൻറ്റും ഫിക്സഡ് ആയിട്ടുള്ള ജോയിൻറ്റിന് എക്സാമ്പിളാണ്. അപ്പം ആ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക കാണാം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ ആട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ഇതിൻ്റെ എക്സാമ്പിൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് നമ്മുടെ ബയോളജിയിലെ ഫിസിയോളജി എന്ന് പറയുന്നത്. നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് നമ്മൾ മറന്നു പോകും. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിനകത്തല്ലാത്ത കുറേ അഡീഷണൽ കാര്യങ്ങൾ കൂടെ നമുക്ക് കിട്ടും. അഡീഷണൽ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ആ ഒരു നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കുക. എപ്പോഴും ഒരു ബേസ് ആയിട്ട് മാത്രം എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ അടുത്ത എക്സാമുകൾക്ക് ബയോളജിയിൽ നിന്നും അല്ലെങ്കിൽ ജനറൽ സയൻസിൽ നിന്നും നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റട്ടെ. ചുമ്മാ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രം പോലെ നമുക്ക് നല്ലതായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റണമല്ലോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ പഠിക്കുന്നതെല്ലാം നമുക്ക് എക്സാമിന് ചോദിക്കട്ടെ.